നമസ്കാരം. പുഷ്പയിലെ ആ രംഗം പോലീസിനെ അപമാനിച്ചു. അല്ലു അർജുനെതിരെ പരാതി നൽകി കോൺഗ്രസ് നേതാവ്. പുഷ്പ 2വിലെ ഒരു രംഗത്തെ ചൊല്ലി അല്ലു അർജുനെതിരെ പരാതി നൽകി കോൺഗ്രസ് നേതാവ് ടീൻമാർ മല്ലണ്ണ. ചിത്രത്തിന്റെ സംവിധായകനെതിരെയും നിർമ്മാതാവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. പുഷ്പ 2വിലെ ഒരു രംഗം പോലീസ് സേനയെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ളതാണെന്നാണ് പരാതി. സ്വിമ്മിംഗ് പൂളിൽ പോലീസ് നിൽക്കെ അതിലേക്ക് നായകൻ മൂത്രമൊഴിക്കുന്ന രംഗം നിയമപരിപാലകരെ കളിയാക്കുന്നതിന് തുല്യമാണെന്ന് പരാതിയിൽ പറയുന്നു. പുഷ്പ 2 പ്രീമിയർ ഷോക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചതിനെ തുടർന്ന് അല്ലു അർജുന്റെ അറസ്റ്റിനും ജാമ്യത്തിനും പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാറിനെതിരെയും നിർമ്മാതാവിനെതിരെയും അല്ലു അർജുനെതിരെയും നിയമ നടപടി കൈക്കൊള്ളണമെന്ന് തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം മല്ലണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ 11ാം പ്രതി അല്ലു അർജുൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. പുഷ്പ 2 പ്രീമിയർ ഷോക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ വിടാതെ പിന്തുടർന്ന് പോലീസ്. ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിലുണ്ടായ സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുന് ചിക്കാട്ട്പള്ളി പോലീസ് നോട്ടീസ് അയച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ചിക്കാട്ട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ചിക്കാട്ട്പള്ളി പോലീസ് താരത്തെ അറസ്റ്റ് ചെയ്യുകയും ഒരു രാത്രി ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. താരത്തിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോലീസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അല്ലു അർജുനെതിരെ പുതിയ നോട്ടീസ്. ഇതിനിടെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടന്റെ അഭിഭാഷക സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഇതിനിടെ അപകടമുണ്ടായ സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. അല്ലു അർജുൻ വരുന്നതുവരെ തിരക്ക് നിയന്ത്രണത്തിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ദൃശ്യങ്ങൾ സഹിതം പോലീസ് അറിയിച്ചു. റോഡ് ഷോ നടത്തിയില്ലെന്ന അല്ലു അർജുന്റെ വാദങ്ങൾ പൊളിക്കുന്ന തെളിവുകളാണ് പുറത്തെത്തിയിരിക്കുന്നത്. യുവതി മരിച്ച വിവരം താരം തിയേറ്ററിനകത്ത് വെച്ച് തന്നെ അറിഞ്ഞിരുന്നു. ഇക്കാര്യം താനാണ് അല്ലുവിനെ അറിയിച്ചതെന്നും DCP വ്യക്തമാക്കി. വിവരമറിഞ്ഞത് പിറ്റേ ദിവസമാണെന്നായിരുന്നു അല്ലു അർജുൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഡിസംബർ 13-ന് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലു അർജുന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിലാണ് തെലങ്കാന ഹൈക്കോടതി ജാമ്യം നൽകിയത്. നടനാണെങ്കിലും പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുനുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.